ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മഴയത്ത് ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ എള്ളും കപ്പയുമാണ്. നല്ല മസാലയൊക്കെ പിടിച്ച് വെണ്ണ പോലെ വെന്ത കപ്പയും ഇറച്ചിയും ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായി. ഏറ്റവും എളുപ്പത്തിൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല എല്ലുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് നമുക്കിത് വേവിച്ചെടുക്കുന്നത്. എല്ലിനുള്ളിലെ സത്തും നെയ്യും ഒക്കെ ഇറങ്ങി വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ കപ്പയ്ക്ക് ആ തനതായ രുചി കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 10 അല്ലി ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചുവന്നുള്ളി നമുക്ക് ഒന്ന് ചതച്ചിട്ട് ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് നമുക്ക് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണം ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂണോളം ചേർത്തി കൊടുക്കാം. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. ഇതിൽ മസ്റ്റാണ്. അപ്പോൾ ഗരം മസാല നമുക്കൊരു 1/4 ടീസ്പൂണോളം ചേർത്തി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിച്ചതാണ് കേട്ടോ. അതും ഒരു 1/2 ടീസ്പൂണോളം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് നിങ്ങൾ ചതച്ചതാണെങ്കിൽ അങ്ങനെ ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തി കൊടുത്തിട്ട് ഇനി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൽ മസാലപ്പൊടികളൊക്കെ നമ്മൾ ബീഫിലൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്തി കൊടുക്കാം. ഇനി നിങ്ങൾ കുക്കറിനനുസരിച്ചിട്ട് കേട്ടോ. ഇവിടെ ഒരു 7 വിസിലടിച്ചപ്പോൾ തന്നെ നമുക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 കപ്പയാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് കപ്പ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കപ്പ വേവിച്ചെടുക്കുമല്ലോ, കുറച്ച് മഞ്ഞൾപ്പൊടിയോ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട്, മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് നമുക്ക് വേവിച്ചെടുക്കാം. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ല ബീഫിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം അതുപോലെ മസാലയൊക്കെ ആയിട്ട് ഇതാ മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ എല്ലിൽ നിന്ന് നമ്മുടെ ബീഫ് ഇതാ നന്നായിട്ട് ഇങ്ങനെ വേറിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഒരു പാൻ വെക്കാം. അതിലോട്ട് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നാലുള്ളൂ നമ്മുടെ ഈ കപ്പ നന്നായിട്ട് ടേസ്റ്റ് കൊടുത്തുള്ളൂ. ഇതിലോട്ട് നമുക്കൊരു വലിയൊരു സവാള ഇങ്ങനെ നീളത്തിൽ കട്ടാക്കിയിട്ട് ചേർത്തി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു പച്ചമുളകും ചെറുതായി കട്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂണോളം ചേർത്തി കൊടുക്കാം. പേസ്റ്റാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. നിങ്ങൾ ചതച്ചതാണെങ്കിൽ അങ്ങനെ ചേർത്തി കൊടുക്കാം കേട്ടോ. അതുപോലെ നല്ലൊരു പഴുത്തൊരു തക്കാളിയും കൂടി നമുക്ക് ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തി കൊടുക്കാം. അങ്ങനെ കൂടുതൽ നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മൾക്ക് ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂണോളം നമ്മൾ പെരുംജീരകം, ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് എല്ലുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലോട്ട് മിക്സാക്കി എടുക്കാം. മസാലയും ബീഫും നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് യോജിപ്പിക്കണം. ആ ഉള്ളിയും മസാലയും ഒക്കെ ഓരോ ഇറച്ചി കഷ്ണത്തിലും പൊതിഞ്ഞു നിൽക്കുന്ന രീതിയിൽ പതുക്കെ ഇളക്കി കൊടുക്കാം. മസാല ബീഫിലേക്ക് നന്നായി പിടിക്കാൻ നമുക്ക് ഇത് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കണം. ഇറച്ചിയിലെ ആ നെയ്യൊക്കെ തെളിഞ്ഞ് മസാലയുമായി ഒന്ന് മിക്സായി വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഇനി നമ്മുടെ റെസിപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഈ മസാലയിലേക്ക് ചേർക്കാം കേട്ടോ. കപ്പ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മസാലയും ഇറച്ചിയും കപ്പയും കൂടി വേറെ വേറെ നിൽക്കാതെ എല്ലാം കൂടി നന്നായി യോജിച്ച് വരണം. കപ്പ ബിരിയാണിയുടെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഈ ഉടച്ചെടുക്കുന്നതിലാണ്. ഓരോ കപ്പ കഷ്ണത്തിലും ആ ബീഫിൻ്റെ നെയ്യും മസാലയും നന്നായി പിടിക്കണം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് കഴിക്കാൻ ഇതിൽക്കും ബെസ്റ്റ് വേറെ ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ വിളമ്പാം. ആ മസാലയൊക്കെ പിടിച്ച് ഇറച്ചിയും കപ്പയും കൂടി നന്നായി കുഴഞ്ഞു വന്നിരിക്കുന്നത് കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. കപ്പ ബിരിയാണി എപ്പോഴും ആ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു രുചി. ഇനി ഇതിൻ്റെ രുചി ഒന്ന് കൂടി വർദ്ധിപ്പിക്കാൻ നമുക്ക് കുറച്ച് ഫ്രഷ് ചേരുവകൾ കൂടി ചേർക്കാം. ആദ്യം കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ ചൂടിലൊന്ന് സവാള ഒന്ന് വാടി വരുമ്പോൾ ആ കപ്പയ്ക്ക് ഒരു പ്രത്യേക മധുരവും മുരിഞ്ഞ രുചിയും കിട്ടും. കൂടെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയുടെ ആ മണം കപ്പയിൽ അടിപൊളിയായിരിക്കുവേ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി മുകളിൽ തൂവി കൊടുക്കുകയാണെങ്കിൽ സംഗതി ഉഷാറായി. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സവാളയുടെയും ഒക്കെ മണം എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും നാടൻ ടേസ്റ്റ് വരും. കുട്ടികൾ സ്കൂളിട്ട് വന്നാലൊക്കെ നമുക്കിത് അടിപൊളിയായിട്ട് അവർക്ക് വിളമ്പി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കാര്യം, നമ്മുടെ തനി നാടൻ എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാ അടിപൊളി റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.